ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ പോർക്ക് ഞാൻ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടുവെള്ളത്തിലിട്ട് കുറച്ചു നേരം തിളപ്പിച്ചെടുക്കാം. വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് പോർക്ക് ഇട്ട് കുറച്ചു നേരം വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ പോർക്ക് വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോർക്കിന്റെ ആ മണമൊക്കെ മാറിക്കിട്ടും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അതുകൂടാതെ അതിന്റെ വേസ്റ്റ് ആയിട്ടുള്ള ഫാറ്റൊക്കെ പോവുകയും ചെയ്യും. അപ്പം ഞാൻ ഇറച്ചി നന്നായി കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇടത്തരം സവാള, ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചത്, അല്പം പെരിഞ്ജീരകം ഒരു 1/2 സ്പൂൺ, പിന്നെ സിന്നമൺ വേണം. എൻ്റെ കയ്യിൽ പൗഡർ ആയിട്ടാണുള്ളത്. അതും ഒരു 1/4 സ്പൂൺ സിന്നമൺ പൗഡർ, പിന്നെ ജാതിപത്രി ഒരൽപ്പം, ഗ്രാമ്പു ഒരു 5-6 എണ്ണം, അല്പം ഏലക്കാപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരിയും എരിവുള്ള മുളക് കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. ഇനി പോർക്കിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ പോർക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പോർക്കിൽ നിന്ന് നെയ്യൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല നെയ്യുള്ള പോർക്കായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കാം. ഇപ്പൊ പോർക്ക് വേവാൻ വെച്ചിട്ട് 20 മിനിറ്റായി. നമുക്കൊന്നുകൂടി നോക്കാം എന്തോ ഇല്ലെന്ന്. ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. നമ്മുടെ പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം.